ഉണക്കമുന്തിരിയോടെ നോ പറയല്ലേ. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഏറെ ഗുണകരം. പായസത്തിലും മറ്റ് വിഭവങ്ങളിലുമെല്ലാം നല്ല സ്വാദോടെ ഉണക്കമുന്തിരി കഴിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ വെറുതെ ഇരിക്കുമ്പോൾ അല്പം ഉണക്കമുന്തിരി കഴിച്ചു നോക്കിയാലോ. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനുമെല്ലാം വേണ്ട നിരവധി ഘടകങ്ങൾ ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിനുകൾ, ഡയറ്ററി ഫൈബർ, പൊട്ടാസ്യം, മാഗ്നീഷ്യം തുടങ്ങി ഒരു ലോഡ് പോഷകങ്ങളും ആൻറ്റി ഓക്സിഡുകളുമൊക്കെ ഇത്തിരി കുഞ്ഞൻ ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത്, മാർക്കറ്റിൽ നിന്നും നമ്മൾ മുന്തിരി വാങ്ങിച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിച്ചെടുത്ത് വയ്ക്കുക എന്നുള്ളതാണ്. നമുക്കതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ഗ്രേപ്സ് ഉണക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രീൻ ഗ്രേപ്സും ബ്ലാക്ക് ഗ്രേപ്സുമാണ്. ഇത് ഞെട്ടിയിൽ നിന്ന് എല്ലാം ഒന്ന് അടർത്തി മാറ്റിയെടുക്കണം. പൊട്ടിപ്പോയതെല്ലാം നമുക്ക് മാറ്റിയെടുക്കണം. അത് നമ്മൾ എടുക്കുന്നില്ല. ഇത് നമുക്കൊന്ന് അടർത്തിയെടുക്കാം. ഗ്രേപ്സ് അടർത്തിയെടുക്കുമ്പോൾ ഓരോന്നായിട്ട് എടുക്കണം. ഓരോന്നായിട്ട് നമുക്കിങ്ങനെ അടർത്തി എടുക്കണം. അല്ലാണ്ട് ഒന്നിച്ചിങ്ങനെ കൂട്ടിയെടുക്കരുത്. അപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഞെട്ടിയോട് ചേർത്ത് കൈകൊണ്ട് ഇങ്ങനെ എടുക്കണം. ഇതുപോലെ എടുത്ത് ഇങ്ങനെ നമുക്കെല്ലാം ഒന്ന് അടർത്തിയെടുക്കാം. അങ്ങനെ ഗ്രേപ്സ് അടർത്തി എടുത്തിട്ടുണ്ട്. കേടുള്ളതെല്ലാം മാറ്റി കളയണം. ഇത് നമുക്ക് ആവശ്യമില്ല. ഇനി ഇത് ഉപ്പ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം നന്നായിട്ട് അലമ്പി കഴുകിയെടുക്കാം. അതുപോലെ കറുത്ത മുന്തിരിക്ക് പച്ച മുന്തിരിങ്ങയേക്കാൾ കൂടുതൽ പഴുപ്പ് കൂടുതലാണിത്. മറ്റതിനേക്കാൾ കൂടുതൽ പഴുപ്പുള്ളതാണിത്. ഇത് ഉണങ്ങി വരാനും താമസമാണ്. ഇത് നമ്മൾ അടർത്തിയെടുക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിച്ചെടുക്കണം. ഇതിനകത്ത് പൊട്ടിപ്പോയതും ഉള്ളതെല്ലാം ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ മാറ്റി കളയണം. ഇതും അതുപോലെ ഒന്ന് അടർത്തിയെടുക്കാം. അങ്ങനെ രണ്ടും അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അലമ്പി കഴുകിയെടുക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് ഒരു ഇഡലി പാത്രത്തിൻ്റെ തട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. ഒരുപാട് കനത്തിലിട്ട് കൊടുക്കരുത് കേട്ടോ. പല പ്രാവശ്യമായിട്ട് നമുക്കൊന്ന് ആവി കയറ്റി എടുത്താൽ മതി. ഇത് മതി. ഒരു 5 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. നമ്മൾ ഒരുപാട് സമയമൊന്നും ആവി കയറ്റരുത്. അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആവി കയറ്റാൻ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ച മുന്തിരിങ്ങ എടുത്തു. നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കളറും മാറി വന്നു. ഇനി ഇത് വെയിലത്ത് ഉണങ്ങാനായിട്ട് മാറ്റാം. ഞാനിവിടെ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഓരോന്നാക്കി ഇട്ട് നമുക്കിതെല്ലാം ഒന്ന് ഉണക്കിയെടുക്കാം.
മുന്തിരിങ്ങ അങ്ങനെ എല്ലാം നിരത്തി വച്ചിട്ടുണ്ട്. ഇത് നല്ല വെയിലുള്ളപ്പോഴാണ് നമ്മൾ മുന്തിരിങ്ങ ഉണക്കിയെടുക്കാവൂ. മുന്തിരിങ്ങ ഉണക്കിയെടുക്കാൻ പറ്റിയ കാലാവസ്ഥയാണിത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തിൽ നമുക്ക് നല്ല വെയിലുള്ള സമയമാണ്. അപ്പോഴാണ് മുന്തിരിങ്ങ ഉണങ്ങി കിട്ടുക. ഒരു 3-4 ദിവസം കൊണ്ട് മുന്തിരിങ്ങ ഉണങ്ങി കിട്ടുന്നതാണ്. ഇത് വെയിലത്തേക്കൊന്ന് മാറ്റാം. അതുപോലെ തന്നെ ബ്ലാക്ക് ഗ്രേപ്സും നമ്മൾ അതുപോലെ ആവി കയറ്റി എടുത്ത് വെച്ചു. അതിൻ്റെ കളറ് മാറി പതുക്കെ ഒരു പിങ്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇതും അതുപോലെ നമുക്ക് വെയിലത്ത് വയ്ക്കാവുന്നതാണ്. ഏത് പാത്രത്തിലും നമുക്ക് വെയിലത്ത് വയ്ക്കാം. അത് ഒന്നിനൊന്ന് തൊട്ട് അകലെ വേണം വെയിലത്ത് വയ്ക്കാൻ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുന്തിരിങ്ങ പൊട്ടി പോകുന്നത് വരെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കരുത്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോ ഗ്രേപ്സാണ്. ഗ്രീൻ ഗ്രേപ്സ് 1 കിലോ, ഇതും 1/2 കിലോ. ഇതൊന്ന് വെയിലത്തേക്ക് മാറ്റാം. വെയിലത്തിട്ട് ഉണക്കിയ മുന്തിരിങ്ങ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ടിന്നിൽ അടച്ചെടുത്ത് വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 8-10 മുന്തിരി എടുത്ത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. അങ്ങനെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച മുന്തിരിങ്ങയാണിത്. ഇത് രാവിലെ എടുത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ ഞെരടി എടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാനിത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തതാണ്. ഇതിലേക്ക് 1 സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ തേനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഇങ്ങനെയും കഴിക്കാം. അല്ലാതെ തന്നെ ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർത്ത് വെറും വയറ്റിൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. രക്തത്തിലെ കൊളസ്ട്രോൾ സന്തുലിതമാക്കാനും ഇത് സഹായിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ്സ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.